ഹായ് ഓൾ. നാളത്തെ എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നും ഏത് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടും നിങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം അതിന്റെ സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ഇന്നത്തെ രാത്രിയുള്ള ആ ഒരു മെഗാ മാരത്തോണിന്റെ ആ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. സോ നമുക്ക് അടിപൊളിയായിട്ട് സംഭവം കംപ്ലീറ്റ് സെറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പൊ ന്യൂസ് റിപ്പോർട്ടിന്റെ 6 മാർക്കിനും 7 മാർക്കിനും ഒക്കെ മിക്കവാറും 5 or 6 മാർക്കിനൊക്കെ വരുന്ന ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ കിട്ടിയാലും ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അമിഗോ ബ്രദേഴ്സ്. ആ ഒരു അമിഗോ ബ്രദേഴ്സ് തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ് സീന് നിങ്ങൾ എന്താക്കിയാ വാച്ച് ചെയ്തു. അത് പിറ്റത്തെ ദിവസത്തിലേക്കുള്ള ആ ഒരു ന്യൂസിന് വേണ്ടിയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഏത് സംഭവമാണെങ്കിലും ദ ഹവർ ഓഫ് ട്രൂത്തിലെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് തരാൻ മതി എന്താക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ന്യൂസ് റിപ്പോർട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് തന്നിട്ട് നമ്മളോട് അത് എന്താക്കാൻ പറഞ്ഞു, ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ സെറ്റ് ആക്കാം. നോക്കിക്കോ, എങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാം. 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെ സെറ്റ് ആക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം, വളരെ ഷോർട്ട് ആയിട്ടുള്ള, അതുപോലെ തന്നെ ആൾക്കാരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന തരത്തിലുള്ള, നമുക്ക് കണ്ടതിനെ ഹൈലൈറ്റ് വായിച്ചു നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹെഡ്ലൈൻ ആയിരിക്കണം. ബൈലൈന് വേണം. അതിന്റെ നേരെ അടിയിൽ ഒരു ബൈലൈൻ. ആരാണ്? മിക്കവാറും സ്പെഷ്യൽ കറസ്പോണ്ടന്റോ ഏതെങ്കിലും ഒരാളുടെ പേര്, ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻസ് കൊടുക്കുക. ഇത് എഴുതി റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പേര് കൊടുക്കുക. നെക്സ്റ്റ് വൺ പ്ലേസ് ആണ്. ഇത് എവിടെ നിന്നാണ് നടക്കുന്നത്, ഓക്കെ, എവിടെ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ എക്സാക്ട് പ്ലേസ് കൊടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ 5 Ws ഉണ്ടല്ലോ, ഹു, വാട്ട്, വൈ, വേർ, വെൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ, അതായത് ആരാണ്, അല്ലെങ്കിൽ എന്താണ്, എവിടെയാണ്, എന്താ, എങ്ങനെയാണ് സംഭവം, ഇതിന്റെ ഒക്കെ ജസ്റ്റ് ഒരു ആൻസർ എഴുതുമ്പോഴേക്കും, അതായത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനല്ല, എന്താണ് സംഭവം എന്നുള്ളത്, എവിടെയാണ് സംഭവം നടന്നത് എന്നുള്ളത്, എപ്പോഴാണ് സംഭവം നടന്നത്, എങ്ങനെയാണ് സംഭവം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നത് പോലെ അതിന്റെയൊക്കെ ആൻസർ വരുന്ന രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതൊരു ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫിൽ ഈ ഓൾറെഡി പറഞ്ഞ ഈ ഒരു 5 Wsന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് കൺക്ലൂഷൻ പറയുന്നു. അവസാനത്തെ പാരഗ്രാഫിൽ കോട്സ്. ഓക്കെ, ഏതെങ്കിലും ആൾക്കാർ ആ ഒരു ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ ഇവന്റ് ആണോ അതിനെ പറ്റിയിട്ട് പുറമേ നിന്നുള്ള ഒരാള് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് നമുക്ക് എന്താക്കാൻ പറ്റും ലാസ്റ്റ് കൺക്ലൂഷൻ പാർട്ടിൽ എഴുതി കൊടുക്കുക. ഓൾവേസ് ഇൻ പാസ്റ്റ് ടെൻസ്. ഓൾറെഡി ന്യൂസ് റിപ്പോർട്ട് ആണ്, കഴിഞ്ഞ കാലഘട്ടത്തിൽ അതായത് പാസ്റ്റ് ടെൻസിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കും ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അവിടെ എന്താക്കുക, പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പുട്ട് ഇൻ എ ബോക്സ്, ഒരു ബോക്സ് വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ വേണം നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്താൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു രൂപം നമ്മൾ കാണിക്കുകയാണതാ. ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുന്നു, എന്നിട്ട് അവിടെ ഹെഡ്ലൈൻ കൊടുക്കുന്നു, ക്യാച്ച് ഹെഡ്ലൈൻ കൊടുക്കുന്നു. ബൈലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ കറസ്പോണ്ടന്റോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ പ്ലേസ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ലീഡ് മെയിൻ പോയിന്റ്സ് പറഞ്ഞ 5 Wsന്റെ ആൻസേഴ്സ് വരുമ്പോഴേക്കും മെയിൻ പോയിന്റ്സ് ആയി. ബോഡി അതിൽ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, എന്നിട്ട് കൊട്ടേഷൻ, അതിനുശേഷമുള്ള ആഫ്റ്റർ എഫക്ട്സോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡയലോഗോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാവാൻ ന്യൂസ് റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആയിരിക്കുന്നു. 6 മാർക്ക് നിങ്ങൾ കിട്ടും. അപ്പൊ ഇതിന്റെ ഒരു എക്സാക്ട് ആൻസർ നിങ്ങൾക്ക് ഒരു മോഡൽ, ഓക്കെ, ആൻസർ വേണമെങ്കിൽ ഇന്നത്തെ ലൈവിൽ നമ്മൾ എന്താക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യരുത്. കൃത്യം 7 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് ചാപ്റ്ററും അതിൽ വരുന്ന കംപ്ലീറ്റ് ഡിസ്കോഴ്സ് നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. സോ മിസ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. സെറ്റ് ആക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു. ബൈ.